നമ്മളുടെ ചാനലിൻ്റെ അകത്ത് ലാറവൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 2022 ഞാൻ ഫെബ്രുവരി, എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 20 ആ സമയത്തെങ്ങാനാണെന്ന് തോന്നുന്നു, 2022 ഫെബ്രുവരി 20 ഞാൻ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് ലാറവലിൻ്റെ ഒരു ബിഗിനർ ലെവലിലേക്കുള്ള ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഈ ചാനൽ ഇന്ന് ഇങ്ങനെ ആയി നിൽക്കുന്നതും അറൗണ്ട് 2500 സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ ലാറവലിൻ്റെ മാത്രമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടൻസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്കുള്ള കുറേ വീഡിയോസ് ലാറവൽ നമ്മൾ ബിഗിനർ ലെവലിലേക്കുള്ള കുറേ സീരീസ് ചെയ്തു. അതേപോലെ അതിനുശേഷം അഡ്വാൻസ് ലെവലിലേക്കുള്ളത്, ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്കുള്ളത്, അതിനുശേഷം ലാറവലിൻ്റെ തന്നെ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ലെവലിലേക്കുള്ള ഓരോരോ സാധനങ്ങളിലേക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത ഫിലമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലെവലിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പല ആൾക്കാരും കമൻറ്റ് ചെയ്ത് പറയുന്നതും കുറേ പേര് മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ചെയ്തത് 2022 ചെയ്ത സമയത്ത് അന്നത്തെ വേർഷൻ എന്ന് പറയുന്നത് ലാറവൽ 8 ആയിരുന്നു. ലാറവൽ 8 കഴിഞ്ഞ് 9 വന്നു, അതിനുശേഷം 10 വന്നു, അതിനുശേഷം ഇപ്പോൾ 11 2024, ഇന്നിപ്പോൾ 2024 ജൂലൈ 17, ഇന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറവലിൻ്റെ 11 വേർഷനാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാറവൽ 11 വേർഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം എന്താണ് സെയിം ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. പക്ഷേ ഇൻസ്റ്റലേഷനും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കുറച്ച് ഫോൾഡറിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻസ് വരുന്നുണ്ട് എന്നുള്ള ലെവലിൽ പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെങ്ങനെയാണ് ഇത് വർക്കാകുന്നില്ല എന്നുള്ള ലെവലിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന ലെവലിൽ നമ്മൾ ഇന്ന് ജൂലൈ 17, 2024 നമ്മൾ ലാറവൽ 11 വേർഷൻ വെച്ചിട്ട് ഒരു പുതിയൊരു സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പുതിയ സീരീസിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ലാറവലിൻ്റെ എല്ലാ മൊഡ്യൂൾസും, അതേപോലെ ഇതിൻ്റെ മുന്നേ ലാറവൽ 8 ചെയ്തിരിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ അതിൻ്റെ ഈ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വേർഷനിൽ നമ്മൾ എന്താകാൻ പോകുന്നത് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് അതൊക്കെ പരിചയപ്പെടാമെന്ന്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കത് പഠിച്ച് മനസ്സിലാക്കി പോവാം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം കറണ്ട് വേർഷൻ ലാറവലിൻ്റെ 11 വെച്ചിട്ട് നമ്മൾ 2024 വീഡിയോ ഒരു പുതിയൊരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ലാറവലിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിഷാദ് എന്നാണ്, ജിഷാദ് പി എന്നാണ് ഫുൾ നെയിം. ഞാൻ വയനാട് കൽപ്പറ്റയാണ് സ്ഥലം. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, 11 വർഷത്തോളമായിട്ട് PHP ലാറവൽ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2013 മുതലാണ് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. കോഴിക്കോടും അതേപോലെ കൊച്ചി ഇൻഫോ പാർക്കിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 8 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള സമയം ഫുള്ള് കോഴിക്കോട് തന്നെയാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് സൈബർ പാർക്കിലൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം കോഴിക്കോട് സൈബർ പാർക്കിലെ അയോക്കോഡ് ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു പ്രൊജക്ട് മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അവിടെ പ്രൊജക്ട് മാനേജർ റോളിലേക്ക് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ യൂട്യൂബിലുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറവലിൻ്റെ കോഴിക്കോട് കമ്മ്യൂണിറ്റി, ലാറവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഓൾ ഓവർ സിറ്റീസിൽ, ഓൾ ഓവർ ഇന്ത്യ സിറ്റി ലെവലിലുള്ള കമ്മ്യൂണിറ്റിയിലെ ലാറവൽ കോഴിക്കോട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീൻ്റെ ഓർഗനൈസറാണ് ഞാൻ. നമുക്ക് ലാറവലിൻ്റെ കുറേ ഇവൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ജൂലൈ 27 ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോപ്പുലർ ആയിട്ടുള്ള സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാവരും വരുന്നുണ്ട്. UL സൈബർ പാർക്കിൽ കോഴിക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ടിക്കറ്റ് എന്തായാലും കിട്ടൂല. ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയ വരുന്നുള്ള എല്ലാവരും ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 120 പേരോളം ആൾക്കാരുള്ള ഒരു സ്പേസിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് ജസ്റ്റ് പറയുന്നു. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഇവിടെ കൊടുക്കാം. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ അതിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ചോദിക്കാം. ആ ലെവലിലേക്ക് നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ 2022 ഞാൻ പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ആക്ച്വലി അത്. ആ ഗ്രൂപ്പിലേക്ക് ഇപ്പം അറൗണ്ട് 2 ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം ലാറവൽ കോഴിക്കോട് 2 എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ലാറവൽ കോഴിക്കോടിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ ആക്ച്വലി ഫുള്ളാണ്. അതിന് പുറമെ ഇപ്പോൾ രണ്ടാമത് വേറൊരു ഗ്രൂപ്പുണ്ട്. ടോട്ടൽ 1500 ആൾക്കാരായിട്ടുള്ള ഒരു ബിഗ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ലാറവലിൻ്റെ ഡെവലപ്പേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് എന്നെ പറ്റിയുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാറവൽ 11 അതിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ ഇതിനിവിടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ PHP അറിയുന്ന ആൾക്കാരായിരിക്കും, PHPയിലേക്ക് വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ലാറവൽ എന്നുള്ള ലെവലിൽ കേട്ടിട്ട് നിങ്ങൾ വന്ന ആൾക്കാരായിരിക്കും, കൂടുതലായിട്ട് ലാറവലിനെ അറിയാൻ വേണ്ടിയിട്ട് വന്നവരായിരിക്കും. ആരും ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ലാറവൽ ഉഷാറാക്കിയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം
ക്ലിയർ ആയിട്ട് വെക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാറവലിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം എന്താണ് എന്നുള്ളത്. ഓക്കെ, ലാറവൽ റിലീസ് ചെയ്യുന്നത് ജൂൺ 2011 ജൂൺ 2011 ടെയ്ലർ ഓട്ട്വെൽ എന്ന് പറഞ്ഞിട്ട്, ഞാനിവിടെ ഫോട്ടോ കൊടുക്കുക ആളുടെ, ടെയ്ലർ ഓട്ട്വെൽ എന്ന് പറയുന്ന ആളാണ് ലാറവൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പം അവരുടെ എൻ്റെ ടീം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഒരു 11ഓളം പേരുള്ള ഒരു എൻ്റെ ടീമായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലാറവൽ ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടുള്ളത്. 2011 ജൂണിൽ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 ജൂൺ കോളേജ് കഴിഞ്ഞിട്ട് ജൂലൈ ആ സമയത്താണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PHP പഠിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. പിന്നെ ആദ്യം വെബിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം HTML CSS അങ്ങനെ PHP ഒക്കെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവർ പറഞ്ഞു തന്നിട്ട് നമ്മളങ്ങനെ PHP നല്ലപോലെ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്ത് പോയിട്ടൊരു കോഴ്സ് ചെയ്തു, PHPൻ്റെ കോഴ്സ് ചെയ്തു. അന്ന് ആ സമയത്ത് പോപ്പുലറായി നിന്നുണ്ടായിരുന്ന ആളാണ് ആര്, നമ്മളുടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരാൾ. കോർഡിനേറ്റർ എന്ന് പറയുന്നത് PHP ലാറവൽ പോലെ തന്നെ അന്ന് പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിംവർക്കാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. സോ ആ കോർഡിനേറ്ററൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് കയറുന്നത്. ഫസ്റ്റ് കമ്പനിയിൽ ജോലിക്ക് കയറുന്നത് ജൂനിയർ ഡെവലപ്പറായിട്ട് കയറുന്നു. അതിനുശേഷം നമ്മൾ ലാറവലിനെ പറ്റിയിട്ട് അറിയുന്നു. എൻ്റെ CEO ആണ് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഫ്രെയിംവർക്ക് വന്നിട്ട് നീ ഇതൊന്ന് നോക്കി നോക്കുക എന്നുള്ള ലെവലിൽ പറഞ്ഞു. അങ്ങനെ ആ കമ്പനിയിൽ ആദ്യമായിട്ട് ഞാനാണ് ലാറവൽ പഠിക്കുന്നത് ആ സമയത്ത്. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഒരു ടൈം, എനിക്ക് തോന്നുന്നു 2014 ജനുവരി ആ സമയത്തൊക്കെയാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്നതെന്ന് തോന്നുന്നു. 2014 സമയത്താണ് വരുന്നത്. സോ അതുവരെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ കോർ PHPയിലും അതേപോലെ കോർഡിനേറ്ററിലും അതേപോലെ വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സാധനമുണ്ട്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, അതിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ലാറവലിലേക്ക് വന്നു. ദെൻ ലാറവലിലേക്ക് എന്നാണോ കയറിയത് അതിനുശേഷം പിന്നെ ലാറവലിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് വരെ ഇന്നിപ്പോൾ എന്താ ജൂലൈ 17, 2024 വരെ ലാറവൽ ചൂസ് ചെയ്തത് ഒരു ബുദ്ധിമോശമായിപ്പോയി എന്നുള്ള ലെവലിലേക്ക് എനിക്കൊരു റിഗ്രറ്റ് ഇന്നേവരെ വന്നില്ല. അതിപ്പോൾ ജോലിയിലാണെന്നുണ്ടെങ്കിലും സാലറിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പൊസിഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ലതുപോലെ തന്നെ മുന്നോട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുള്ളൂ, ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ആർക്കും നിങ്ങൾക്കും ഉണ്ടാവണ്ട എന്നുള്ള ലെവലിൽ ഞാനിപ്പോഴും ഉറപ്പ് പറയുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ആ ഹിസ്റ്ററി 2011 ഞാൻ പറഞ്ഞല്ലോ 2011 ജൂണിലാണ് ലാറവൽ എന്ന് പറയുന്ന സംഭവം ഈ ടെയ്ലർ ഓട്ട്വെൽ റിലീസ് ചെയ്യുന്നത്. ആ 2011 എന്ന് പറയുന്ന സമയം, അതായത് ഒരു ബിഗിനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 സമയത്തൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ PHP ആയിരുന്നു രാജാവ്. ആക്ച്വലി വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജിലേക്ക് PHP പോപ്പുലറായി വന്നു. അതിനുശേഷം വേർഡ് പ്രസ് വന്നു, ഒരുപാട് വെബ്സൈറ്റ്സ് റിലീസായി. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഗ്ലോബിലുള്ള ഇന്റർനെറ്റിലുള്ള 70% വെബ്സൈറ്റ്സും റൺ ചെയ്യുന്നത് PHPയിലാണ്. സോ അതുകൊണ്ട് ജോലി സാധ്യതയ്ക്ക് യാതൊരു കുറവുമില്ല എന്നുള്ള ലെവലിലേക്ക്. അപ്പോൾ അത്രയും ഡെവലപ്പേഴ്സ് ഉള്ളതും ആ സമയത്ത് PHP സെക്യൂരിറ്റി ലെവലിലേക്ക് പല പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. 2010, 2011 ആ സമയങ്ങളിലൊക്കെ സെക്യൂരിറ്റി ലെവലിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. പല ആൾക്കാരും പറഞ്ഞു PHP മരിച്ചു, PHP ഡെഡായി, ഇനി വേറെ എന്തെങ്കിലും ലാംഗ്വേജ് വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ PHP നല്ലപോലെ ഡൗൺ ആയി പോയ സമയത്ത് ഈ PHPനെ പൊക്കിക്കൊണ്ടുവന്നുള്ള ഫ്രെയിംവർക്കാണ് ആക്ച്വലി ലാറവൽ എന്ന് പറയുന്നത്. ലാറവൽ PHPയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഫ്രെയിംവർക്ക് നേരെ ലാറവൽ വന്നതുപോലെ തന്നെ PHPയും അതേപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നല്ലപോലത്തുള്ള സെക്യൂരിറ്റി ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റി എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷം എന്തായി, കോർഡിനേറ്റർ കംപ്ലീറ്റ്ലി ഔട്ടായി, ഓരോന്നായി ലാറവൽ പോപ്പുലറായി തുടങ്ങിയതിന് ശേഷം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഫ്രെയിംവർക്കും താഴത്തേക്ക് പോയി, അധികം കമ്പനീസ് യൂസ് ചെയ്യാണ്ടായി. അത് നല്ല തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതായത് കോർഡിനേറ്റർ വർക്ക് ചെയ്ത ഒരാൾക്ക് ലാറവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ നമുക്കത് കാര്യങ്ങൾ, അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കോർഡിനേറ്റർ എന്ന് പറയുന്നതിനെക്കാട്ടിയും ഇപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നുണ്ട് ലാറവൽ എന്നുള്ളതാണ്. ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും. അപ്പം നിങ്ങൾ ഈ കോഴ്സ്, അതായത് ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് PHPയും PHPയിലെ ഓപ്സ് കൺസെപ്റ്റും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വന്നിട്ട് കോളേജിൽ നിന്ന് പഠിച്ച് എന്തെങ്കിലും ഒരു ഇത് ഓർമ്മയിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വരരുത്. ജസ്റ്റ് അതൊന്ന് പോയിട്ടൊന്ന് പഠിച്ച് നോക്കിയൊക്കെ കുറച്ച് ദിവസം കൊണ്ടുള്ള തീരുന്ന പരിപാടിയുള്ളൂ. അതേപോലെ HTML CSS അതായത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കൂടുതലായിട്ടില്ല. നിങ്ങൾ നോർമലി നമ്മളിപ്പോൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് നോർമലി ഒരു PHP കോഡ് എഴുതുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ചിലപ്പം. അപ്പോൾ ആ ലെവലിൽ നിന്ന് മാറി നമ്മളൊരു ഫ്രെയിംവർക്ക് ലെവലിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിലെങ്ങനെയൊക്കെയാണ് അത് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടിയിട്ട് നിങ്ങൾ നോക്കണം. PHPയിൽ ലാറവൽ യൂസ് ചെയ്യുന്ന സമയത്ത് ലാറവൽ ഈസ് എ MVC ഫ്രെയിംവർക്കാണ്. MVC എന്ന് പറയുന്നത് MVC മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന
ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി ഈ ഫ്രെയിം വർക്ക് നിൽക്കുന്നത്. ഈ ഫ്രെയിം വർക്ക് മോഡൽ വ്യൂ കൺട്രോളർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തുള്ള വീഡിയോ ആയിരിക്കും, ഒരൊറ്റ ലെങ്തി വീഡിയോ ആയിരിക്കില്ല. നിങ്ങൾ ബോറടിപ്പിക്കാൻ ഞാൻ നിൽക്കില്ല. അത് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുക. ലാറവൽ 11ൻ്റെ അകത്ത് ഉള്ള ഓരോരോ കാര്യങ്ങളും. അപ്പോൾ ഈ MVC ഫ്രെയിം വർക്കിൻ്റെ അകത്ത് വരുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള കോഡ് എഴുതിയത് എല്ലാം കൂടി മാറ്റി ഒരൊറ്റ ഒരു സ്ട്രക്ചർ, ഓർഗനൈസ്ഡ് കോഡ് എന്നുള്ള ലെവലിലേക്കാണ് ഈ MVC പാറ്റേൺ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക, ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. പിന്നെ അടുത്ത ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ലാറവൽ പോപ്പുലർ ആയി എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അതായത് ലാറവൽ എന്തുകൊണ്ട് ലാറവൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഞാനൊക്കെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഡെവലപ്മെൻറ്റ് സമയത്തും ഇപ്പോഴും നമുക്ക് വെബിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഒരു സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഫ്രെയിം വർക്ക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറയുന്ന ലാറവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വേറെ വരുന്നത്, പൈത്തൺ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്ക് വരുന്നതാണ് ഫ്ലാസ്ക് അല്ലെങ്കിൽ ജാങ്കോ എന്ന് പറയുന്ന ഈ 2 ഫ്രെയിം വർക്ക്സ് വരുന്നത്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് മാത്രം വെച്ചിട്ട് ബാക്ക് എൻഡ് ചെയ്യുന്നതാണ് എക്സ്പ്രസ് JSഉം അതേപോലെ നോഡ് JSഉം എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുന്നത്. ഇനി ജാവ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്ന അതിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ട്. അതേപോലെ ഡോട്ട് നെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ASP.NET ഫ്രെയിം വർക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് റൂബി ലാംഗ്വേജ് വരുന്ന സമയത്ത് റൂബി ഓൺ റെയിൽസ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കും. ഇതിൽ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു സീരീസിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് സാധാരണ യൂട്യൂബിൽ നിന്നുള്ള, ഞാൻ ബാക്കിയുള്ള ആൾക്കാർ കുറ്റം പറയില്ല, സാധാരണ യൂട്യൂബിലുള്ള പല മലയാളം വീഡിയോസും യൂട്യൂബിലുള്ള ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സമയത്ത് പല ആൾക്കാരും അതായത് പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നത് റോങ് ആയിട്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന്ന് കവറപ്പ് ചെയ്തിട്ട് ഞാനൊരു കോഡിംഗ് സ്റ്റാൻഡേർഡ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോളോ ചെയ്യുന്ന ഗ്ലോബലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡാണ് അത് വരുന്നത്. ആ കോഡിംഗ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തു പോകുന്നത് ഫുള്ളായിട്ട്. അത് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം. അതുപോലെ തന്നെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്താവുമ്പോഴുള്ളൂ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യം നിങ്ങൾ വെക്കുക. അതെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5ഓളം ഫ്രെയിം വർക്ക്സ് ഉണ്ടല്ലോ നമ്മളുടെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും നമ്മൾ ലാറവലിനെ വലിയൊരു സംഭവമായിട്ട് പറയല്ല. അവർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ ഫീച്ചേഴ്സും കാര്യങ്ങളും അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് അതിൻ്റെ പെർഫോമൻസ് ലെവലിലുള്ളതുണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് ആക്ച്വലി ഒരു പല ഫ്രെയിം വർക്കുകളിൽ നിന്നും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ലാറവലിൻ്റെ അകത്തുള്ള ഒരു ഫീച്ചറാണ് മൈഗ്രേഷൻസ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ആ മൈഗ്രേഷൻസ് എന്ന് പറയുന്ന സംഭവമൊക്കെ റൂബി ഓൺ റെയിൽസ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൻ്റെ അകത്തും അതേപോലെ തന്നെ ബാക്കിയുള്ള പല ഫ്രെയിം വർക്കിൻ്റെ അകത്തുനിന്നൊക്കെ എല്ലാം കൂടി യോജിപ്പിച്ച ഒരു ഫ്രെയിം വർക്കാണ് ലാറവൽ എന്ന് പറയുന്നത്. അപ്പം അവരുടേതായിട്ടുള്ള ഇത് ഓരോന്നുണ്ട്, പുതിയതായിട്ടുള്ള അവർ കണ്ടുപിടിച്ച സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് ഇതിനെ നല്ലതുപോലെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ലെവലിലേക്കുള്ള ഒരു സീരീസാണ് നമ്മൾ എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൻ്റെ ലാറവൽ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാറവലിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നമ്മൾ ഓരോ ദിവസമായിട്ട് കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ലാറവൽ 8ൻ്റെ വീഡിയോസ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വേണമെന്ന് കണ്ടു നോക്കാം. അപ്പം അതിൽ വലിയ വ്യത്യാസങ്ങളില്ല, പക്ഷേ നമുക്ക് എന്തായാലും ഇനി പുതിയുള്ള വെച്ച് പഠിച്ചു പോകാം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു പോകാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാറവലിൻ്റെ കോഴ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നത് പോരാ, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു മെൻറ്റർഷിപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ആൾക്കാർ കോൺടാക്ട് ചെയ്തോളും. ലാറവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് 0 to hero, അതായത് ലാറവലിൽ ഒന്നും അറിയാത്ത ഒരാളെ ഹീറോ മാറ്റി തരാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്കുള്ള ഒരു കോഴ്സ് ആയിരിക്കും ആക്ച്വലി അതുണ്ടാവുക. സോ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങളുള്ളത്. ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാറവലിൻ്റെ ഫ്രെയിം വർക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ വരുന്നുള്ളൂ. ഇനി നമുക്ക് നാളെ മുതൽ ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് പഠിച്ച് ഒരു വിത്തിൻ 1 monthൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത്ര തന്നെ ഉള്ളൂ ലാറവലിൻ്റെ അകത്തുള്ളത് കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു പ്രൊജക്റ്റും ചെയ്ത് നോക്കിയൊക്കെ നല്ലൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിലെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വർക്ക് ആകുന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. നല്ലതുപോലെ തന്നെ പഠിക്കുക, നല്ലതുപോലെ തന്നെ നമുക്ക് ഉഷാറായിട്ട് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് നല്ലൊരു 0 to hero ലാറവൽ ഡെവലപ്പറിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചേരാം. 100% ഞാൻ എത്തിച്ചേരും. പക്ഷേ
നിങ്ങളും അതേപോലെ തന്നെ മെനക്കെടണം എന്നുള്ള കാര്യം മാത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പഠിച്ചു തുടങ്ങാം. ബാക്കിയുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.